ക്രിസ്മസിനൊരുങ്ങിയിരിക്കുകയാണ് ബഹ്റൈനിലെ പ്രവാസ ലോകവും. വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ക്രിസ്മസ് സന്ദേശവുമായി കരോൾ സംഘങ്ങളും സജീവമാണ്. ബഹ്റൈനിൽ ദിവസങ്ങൾക്ക് മുൻപേ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. രാജ്യത്തെ ഉത്സവകാലം കൂടിയായതിനാൽ വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കരോൾ സംഘങ്ങളുമായി പ്രവാസികൾ ആഘോഷലഹരിയിലാണ്. വിവിധ ക്രൈസ്തവ സംഘടനകളുടെയും ദേവാലയങ്ങളുടെയും ആഭിമുഖ്യത്തിൽ കരോൾ സംഘങ്ങളും സജീവമാണ്. സീറോ മലബാർ സൊസൈറ്റി, KCA, സാക്രഡ് ഹാർട്ട് ചർച്ച് എന്നിവയുടെയും വോയിസ് ഓഫ് ആലപ്പി തുടങ്ങിയ പ്രവാസി സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള കരോൾ സംഘങ്ങൾ വിശ്വാസികളുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും സന്ദർശിച്ചു. ഇത്തവണ ബഹ്റൈൻ മീഡിയ സിറ്റിയും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവുമായി രംഗത്തുണ്ട്. ബഹ്റൈന്റെ ചരിത്രത്തിലാദ്യമായി 15 ദിവസം നീണ്ടു നിൽക്കുന്ന നക്ഷത്ര തിലക്കമാണ് BMC ഒരുക്കിയിട്ടുള്ളത്. ബഹ്റൈനിലെ കേക്ക് വിപണി ഇത്തവണയും സജീവമാണ്. മാളുകൾ വമ്പൻ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. 24 ന്യൂസ്, ബഹ്റൈൻ. UAE-യിലെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്മസ് പ്രാർത്ഥനകൾ നടന്നു. മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഷാർജയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ്. ഗൾഫ് നാടുകളിലും വിവിധയിടങ്ങളിലുള്ള പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഷാർജ സെന്റ് മേരീസ് ജേക്കബൈറ്റ് കത്തീഡ്രലിലാണ്. ഇവിടെയും വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചു. വൈകിട്ട് 5:30 കൂടിയാണ് ഇവിടെയുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഈ ക്രിസ്മസിൻ്റെ ഒരുപാട് തിരക്കുണ്ട് ഈ സമയങ്ങളിൽ. ഞങ്ങൾ ഈ ക്രിസ്മസിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഒരു വർഷത്തിലുണ്ടാകുന്ന ഒരു സമയമാണ്. പ്രാർത്ഥന ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ എൽദോസ് കാവാട്ട് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. വൈകുന്നേരം 5:30 ശുശ്രൂഷ ആരംഭിച്ചതാണ്. രാത്രി 9:30 വരെ ആ ശുശ്രൂഷകൾ കാണും. അത് കഴിഞ്ഞിട്ട് ഭക്ഷണവും കാര്യങ്ങളുമായിട്ട് ആൾക്കാർ വരും. തുടർന്ന് ഇന്നത്തെ ചടങ്ങ് ഇതുകൊണ്ട് അവിടെ അവസാനിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, വലിയ മനോഹരമായിട്ടുള്ള പുൽക്കൂട് ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ UAE-ൽ തന്നെ ഏറ്റവും വലിയ പുൽക്കൂട് ഒരുക്കിയിരിക്കുന്ന ഒരു പള്ളി സെന്റ് മേരീസ് പള്ളി ഷാർജ തന്നെയായിരിക്കും. ഇവിടെയുള്ള അംഗങ്ങൾ എല്ലാവരും ഒന്നു ചേർന്നാണ് ഈ ഒരു പുൽക്കൂട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എത്ര ദിവസം എടുത്തു ഈ ഒരു പുൽക്കൂട്? 2 ആഴ്ച ഈ പുൽക്കൂടിന് വേണ്ടി സമയം എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 50 അടി നീളം ഉള്ള ഒരു പുൽക്കൂടാണ്. എനിക്ക് തോന്നുന്നു UAE-ൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പുൽക്കൂട് തയ്യാറാക്കുന്നത്. മറ്റുള്ള ചർച്ചകളൊന്നും ഇതുപോലൊരു വലിയൊരു പുൽക്കൂട് തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ 50 അടി നീളമുള്ള ഈ പുൽക്കൂട് തയ്യാറാക്കാൻ ഏതാണ്ട് 2 ആഴ്ചയോളം എടുത്തു. അതിൽ ഒരുപാട് മെമ്പേഴ്സ്, എനിക്ക് തോന്നുന്നൊരു 10-100 പേരെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. 100 ദിവസങ്ങൾ, മീൻസ് 100 പേരുടെ ഒരു ജോയിൻ്റായിട്ടുള്ളൊരു ക്രമീകരണം കൊണ്ടാണ് അത്രയും നല്ല ഭംഗിയായിട്ട് തീർക്കാൻ സാധിച്ചത്. ഓക്കെ, ഇപ്പോൾ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ തീജാന ശുശ്രൂഷയടക്കം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പാതിര കുർബാനയുണ്ട്. അതിനുശേഷമായിരിക്കും ഇന്നത്തെ ഈ ഒരു ചടങ്ങുകൾ പൂർത്തിയാക്കുക. UAE-ലെ വിവിധയിടങ്ങളിലെ പള്ളികളിൽ ഇത്തരത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഈ പള്ളിയിൽ എൽദോസ് കാവാട്ട്, ഈ പള്ളിയുടെ വികാരി എൽദോസ് കാവാട്ടിന് നേതൃത്വത്തിലുള്ള ചടങ്ങുകളാണ് ഷാർജ സെന്റ് മേരീസ് പള്ളിയിൽ പുരോഗമിക്കുന്നത്. ഷാർജയിൽ നിന്നും ശരത് ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. പ്രവാസ ലോകത്തു നിന്നുള്ള മറ്റു വാർത്തകളിലേക്കാണ്. ഖത്തറിൽ ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ശൈത്യകാലത്ത് രോഗവ്യാപനത്തിനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് പുറമെ രാജ്യത്ത് അടുത്തിടെ പെയ്ത മഴയിൽ കൊതുകുകളുടെ പ്രജനനം വർദ്ധിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡെങ്കിപ്പനി വൈറസ് പടർത്താൻ ശേഷിയുള്ള ചില പ്രത്യേകതരം കൊതുകുകളെ ഖത്തറിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി മുന്നറിയിപ്പ് നൽകി. ഡെങ്കിപ്പനി പൊതുവെ പകർച്ചവ്യാധിയല്ലെന്നും മറ്റൊരാളിലേക്ക് സാധാരണ സമ്പർക്കത്തിലൂടെ പകരില്ലെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. എന്നാൽ രോഗബാധിതരായ ചില വ്യക്തികൾക്ക് വൈറസ് പടർത്തുന്ന കൊതുകുകൾ കടിച്ചതിനു ശേഷം 4 മുതൽ 10 ദിവസം വരെ ഫ്ലൂ പോലുള്ള രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കടുത്ത പനി, തലവേദന, കണ്ണിന് പിന്നിലെ വേദന, ശരീരവേദന, ഓക്കാനം, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഇവരിൽ കണ്ടേക്കാമെന്നും മന്ത്രാലയം വിശദീകരിച്ചു. ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് ഗുരുതരമായ ഡെങ്കിപ്പനി പിടിപെടുകയും ചിലപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ വൈദ്യസഹായം തേടണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. അതേസമയം നിലവിലെ അവസ്ഥയിൽ ഖത്തറിൽ ഡെങ്കിപ്പനി വൈറസ് പടരാനുള്ള സാധ്യത പരിമിതമാണെന്നും ഡെങ്കിപ്പനിയുടെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കൊതുകുകളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് മുനിസിപ്പാലിറ്റി മന്ത്രാലയവുമായും മറ്റു ബന്ധപ്പെട്ട അധികാരികളുമായും ചേർന്ന് കാര്യക്ഷമമായ മുൻകരുതൽ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. 24 ദോഹ.
സൗദിയിൽ സെയിൽസ്, പർച്ചേസിംഗ് ഉൾപ്പെടെ കൂടുതൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം പ്രാബല്യത്തിലായി. സ്ഥാപനങ്ങൾ സ്വദേശികളെ ജോലിക്ക് നിയമിക്കേണ്ട സമയപരിധി ഇന്നലെ അവസാനിച്ചു. മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് സൂചന. സെയിൽസ്, പർച്ചേസിംഗ്, പ്രോജക്ട് മാനേജ്മെന്റ് എന്നീ തസ്തികകളിലെ സൗദിവൽക്കരണം ഇന്ന് പ്രാബല്യത്തിൽ വന്നതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഈ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. സെയിൽസ് മേഖലയിൽ ചുരുങ്ങിയത് 15% സൗദിവൽക്കരണം നടപ്പിലാക്കണമെന്നാണ് നിർദ്ദേശം. സെയിൽസ് മാനേജർ, റീറ്റെയിൽ സെയിൽസ് മാനേജർ, ഹോൾസെയിൽ സെയിൽസ് മാനേജർ, സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, കൊമേഴ്ഷ്യൽ സ്പെഷ്യലിസ്റ്റ്, സെയിൽസ് റെപ്രസെന്റേറ്റീവ് തുടങ്ങിയ തസ്തികകളിലെല്ലാം പദ്ധതി നടപ്പിലാക്കണം. പർച്ചേസിംഗ് തസ്തികകളിൽ 50% സൗദിവൽക്കരണമാണ് നടപ്പിലാക്കേണ്ടത്. പർച്ചേസിംഗ് മാനേജർ, പർച്ചേസിംഗ് റെപ്രസെന്റേറ്റീവ്, കോൺട്രാക്ട് മാനേജർ, ടെൻഡർ സ്പെഷ്യലിസ്റ്റ്, പർച്ചേസിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നിവ ഇതിൽപ്പെടും. പ്രോജക്ട് മാനേജ്മെന്റ് മേഖലയിൽ ആദ്യഘട്ടത്തിൽ 35% സൗദിവൽക്കരണം നടപ്പിലാക്കണം. പ്രോജക്ട് മാനേജ്മെന്റ് മാനേജർ, പ്രോജക്ട് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, പ്രോജക്ട് മാനേജർ, പ്രോജക്ട് മാനേജ്മെന്റ് ഓഫീസ് സ്പെഷ്യലിസ്റ്റ്, കമ്മ്യൂണിക്കേഷൻസ് പ്രോജക്ട് മാനേജർ, ബിസിനസ് സർവീസ് പ്രോജക്ട് മാനേജർ തുടങ്ങിയ തസ്തികകൾക്ക് നിയമം ബാധകമാണ്. ഈ മേഖലകളിൽ ജോലി ചെയ്യാൻ യോഗ്യരായ സൗദികളെ കണ്ടെത്താനും അവർക്ക് പരിശീലനം നൽകാനും മാനവശേഷി വികസന നിധിയുടെ പിന്തുണ ഉണ്ടാകും. തൊഴിൽ വിപണിയിൽ സൗദികളുടെ പങ്കാളിത്തവും സാമ്പത്തിക വ്യവസ്ഥയിൽ അവരുടെ സംഭാവനയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ജലീൽ കണമകലം, 24, ജിദ്ദ. സൗദിയിലെ പുതിയ പദ്ധതികൾ നിരവധി നിക്ഷേപാവസരങ്ങൾ വിദേശികൾക്ക് നൽകുന്നുണ്ടെന്ന് സൗദിയുടെ UN സമാധാന ദൂതൻ മുഹമ്മദ് അൽ സഹ്റാനി പറഞ്ഞു. നിക്ഷേപങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. എക്സ്പോ 2030, ഫിഫ ലോകകപ്പ്, പുതിയ നഗരങ്ങൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി നിക്ഷേപാവസരങ്ങളാണ് സൗദിയിൽ വരുന്നതെന്ന് സൗദിയുടെ UN പീസ് അംബാസഡർ മുഹമ്മദ് അബ്ദുള്ള അൽ സഹ്റാനി പറഞ്ഞു. പുതുതായി സൗദിയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് 3 ആഴ്ചകൾക്കുള്ളിൽ ലൈസൻസും അനുബന്ധ രേഖകളും ലഭിക്കും. സൗദിയിലെ മലയാളി സംരംഭമായ എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിയുടെ ഭാഗമായി നിക്ഷേപകർക്ക് ആവശ്യമായ സേവനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. Prince Mohammed bin Salman makes this solution. When you need to start as investor here in Saudi Arabia, you will take 3-4 months to finish from your papers. Now you can within 1 day finish from your papers. We are here to help you in Emerald. We have a good management in Emerald from many countries. We can help any person from any country in the world. വിദേശ നിക്ഷേപത്തിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ സൗദിയിലുള്ളത്. നിക്ഷേപത്തിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാക്കിയിട്ടുണ്ടെന്നും മുഹമ്മദ് അബ്ദുള്ള അൽ സഹ്റാനി പറഞ്ഞു. ജലീൽ കണമകലം, 24, ജിദ്ദ. മന്തി അൽ ജസീറയുടെ പുതിയ ശാഖ സൗദിയിൽ തുറന്നു. ജിസാനിനടുത്ത് സബിയയിലാണ് വിശാലമായ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജിസാനിലെ സബിയയിൽ ഹദായ റോഡിലാണ് മന്തി അൽ ജസീറയുടെ 7ാമത്തെ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. 30,000-ഓളം സ്ക്വയർ ഫീറ്റിൽ പണിത വിശാലമായ ഈ ശാഖയിൽ ഫാമിലി സൗകര്യവും പാർട്ടി ഹാളുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സർഹാൻ ഹസൻ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർമാരായ ഹസൻ സർഹാൻ, VP കുഞ്ഞു മുഹമ്മദ് ആജി, കാസിം കൊടക്കല്ലൻ, മൊയ്തീൻകുട്ടി VP, ഷൌക്കത്ത് മാട്ര, സലാം KV, അബൂബക്കർ EM, മുസ്തഫ MP, കോയ MP തുടങ്ങിയവർ സംബന്ധിച്ചു. താമസിയാതെ സൗദിയുടെ മറ്റു ഭാഗങ്ങളിലും മന്തി അൽ ജസീറയുടെ പുതിയ ശാഖകൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പിന്നെ ഞങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആടാണ്. ആടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കിട്ടുന്നതിൽ വെച്ച്, സൗദി അറേബ്യയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആടാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളെ വിജയം. അത് തന്നെയാണ്. ഏകദേശം ഇവിടെ ഫാമിലി സെറ്റപ്പുകൾ, അതേമാതിരി കുട്ടികൾക്ക് പ്ലേ ഏരിയ എന്നുള്ളതൊക്കെ ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഏകദേശം 30,000-ഓളം സ്ക്വയർ ഫീറ്റാണ് ഇപ്പോൾ ഈ മന്തി ഉള്ളത്. അതായത് ഇപ്പോൾ ഇവിടെ ജിസാൻ മന്തക്കയിൽ ഏറ്റവും വലിയ ഷോപ്പ് എന്ന് തന്നെ പറയാം. മന്തി ലെവലിൽ ഏറ്റവും വലിയ ഷോപ്പാണ് ഇത് ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ് ബേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അബുവാരീഷ്, പിന്നെ ഖമീസ് മുഷൈത്ത്. പരമ്പരാഗത അറബ് വിഭവമായ ആടുമന്തി അതിന്റെ തനത് രുചിയോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിൽ പ്രശസ്തമായ സ്ഥാപനമാണ് മന്തി അൽ ജസീറ. രാജ്യത്ത് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും രുചിയേറിയ മഹായിൽ ആട് തന്നെയാണ് ജസീറയുടെ പ്രത്യേകത.
ഇളയ ആട് ഉപയോഗിച്ചുള്ള മന്തി, ഹനീദ്, മുഗൽകൾ, കിബ്ദ എന്നീ വിഭവങ്ങൾ ജസീറയിൽ ലഭിക്കും. ജിസാൻ, ദർബ്, മുആറബ, ഗർദ, മഹായിൽ, ദമാം എന്നിവിടങ്ങളിലാണ് നിലവിൽ മന്തി അൽ ജസീറയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നത്. ജലീൽ കടമക്കരം, 24 ജിദ. ഖത്തറിൽ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനവും ശില്പശാലയും ശ്രദ്ധേയമായി. പ്രവാസി ഇന്ത്യക്കാരായ ഫോട്ടോഗ്രാഫർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ICC ഫോട്ടോഗ്രാഫി ക്ലബിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളടക്കമുള്ള 100ഓളം ഫോട്ടോഗ്രാഫർമാരുടെ തെരഞ്ഞെടുത്ത ഫോട്ടോകൾ ഉൾപ്പെടുത്തിയുള്ള 2 ദിവസത്തെ പ്രദർശനം നേർക്കാഴ്ചയിലെ അനുഭവങ്ങളും കാണാപ്പുറങ്ങളിലെ സൂക്ഷ്മ സൗന്ദര്യവും തേടിയുള്ള യാത്രയായിരുന്നു. ഖത്തറിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്യാമറയിൽ പകർത്തിയ ദൃശ്യവിസ്മയങ്ങൾ വിവിധ ഫോട്ടോഗ്രാഫർമാർ സന്ദർശകർക്ക് മുന്നിലെത്തിച്ചു. ഫ്യൂജി ഫിലിം, നിക്കോൺ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളും പ്രദർശനത്തിന്റെ ഭാഗമായി നടന്നു. 5 ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് ഈ 2 ദിവസം കൊണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഫ്രീ ക്യാമറ ക്ലീനിങ് സർവീസ്, പിന്നെ ക്യാമറകൾക്ക് വാങ്ങിക്കാനുള്ള ഓഫറുകളും, പുതിയ ക്യാമറകൾ, പുതിയ മോഡൽസ് പരീക്ഷിച്ച് നോക്കാനായിട്ടുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് സെൻറ്റർ. അവർ ക്യാമറകൾ എടുക്കുന്നു, അവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി സംതൃപ്തിപ്പെടാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. More than 100 photographers this time they are getting exposure. They are already very Qatar based very good photographers, but this time the new and mature photographers also got the chance to display their work here. വൈകിട്ട് 6:30 ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ ICC മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡന്റ് AP മണികണ്ഠൻ, ഫോട്ടോഗ്രാഫി ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണുഗോപാൽ, QCC പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് അബ്ദുൽ സത്താർ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ബാക്ക് ടു നേച്ചർ, എക്സ്പ്ലോറിംഗ് ഖത്തർ എന്നീ വിഷയങ്ങളിലുള്ള ഫോട്ടോഗ്രാഫി മത്സരത്തിനായി ആയിരക്കണക്കിന് ഫോട്ടോകളാണ് സംഘാടകർക്ക് ലഭിച്ചത്. വിദ്യാർത്ഥികളുടെ വിഭാഗത്തിൽ ബിർള പബ്ലിക് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷീല സുനീർ 1ാം സമ്മാനം നേടി. 2023 ICC ഫോട്ടോഗ്രാഫറായി പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഷിറാസ് സിത്താരയെ തെരഞ്ഞെടുത്തു. ICCയിലെ ഫോട്ടോഗ്രാഫി പ്രദർശന നഗരിയിൽ നിന്നും അൻവർ പാലേരി, 24. ഖത്തറിൽ നിന്ന് പ്രവാസികളുടെ മൃതദേഹങ്ങൾ സ്വദേശത്തെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ KMCC അൽ ഇഹ്സാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ക്രിയ എന്ന പേരിലായിരുന്നു സെമിനാർ. ഷെഫീഖ് വെളിയങ്കോട്, സെക്രട്ടറി സിദ്ദീഖ് വാഴക്കാട്, ജനറൽ സെക്രട്ടറി സലീം നാലകത്ത്, ഉപദേശക സമിതി വൈസ് ചെയർമാൻ SAM ബഷീർ, മെഹബൂബ് നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ അബ്ദുൽ നാസർ നാച്ചി പ്രകാശനം ചെയ്തു. പ്രവാസികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ ജോർജ് ജോയ് പങ്കുവച്ചു. സൗദിയിൽ അനാക്കിഷ് KMCC സംഘടിപ്പിച്ച ഖുറാൻ പാരായണ മത്സരം പൂർത്തിയായി. വനിതാ ജൂനിയർ വിഭാഗത്തിൽ ദിൽന ഫാത്തിമയും, സീനിയർ വിഭാഗത്തിൽ ലുബാന അബൂട്ടിയും, സബ് ജൂനിയർ വിഭാഗത്തിൽ ആയിഷ റിദയും 1ാം സ്ഥാനം നേടി. പുരുഷ ജൂനിയർ വിഭാഗത്തിൽ മുഹമ്മദ് യാസിനും, സീനിയർ വിഭാഗത്തിൽ മുഹമ്മദ് ഷാമിലും 1ാം സ്ഥാനം കരസ്ഥമാക്കി. സമ്മാന വിതരണ ചടങ്ങ് SAC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ഉബൈദുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ബഷീർ കീഴിലത്ത് അധ്യക്ഷനായിരുന്നു. VP മുഹമ്മദ് അലി, KP സുലൈമാൻ ഹാജി, നിസാം മമ്പാട്, CK റസാഖ് മാസ്റ്റർ, ഇസാഖ് പൂണ്ടോളി തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങിയ സൗദിയിലെ ക്രൈസ്തവ സമൂഹവും പുൽക്കൂടുകൾ ഒരുക്കി ആവേശപൂർവ്വം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. ദമാമിൽ നിന്ന് സുബൈറുദ്ദീനോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തുകയാണ്. പ്രവാസികളും വളരെയേറെ ആവേശത്തിലാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ. ഇവിടെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാന്ന് പറയും. ഞങ്ങൾ പറയുന്ന നാട്ടിലാണ് വലിയ ആരംഭം. അപ്പൊ ഇവിടെ വന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ക്രിസ്മസ് ഭയങ്കര കേമായിട്ട് വളരെ നാട്ടിലേക്കാണ് വളരെ ഉഷാറായിട്ട് നടത്തുന്നത്. മക്കളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ ഈ ഒരു പറ്റം മലയാളി കുടുംബങ്ങൾ ഒരിടത്ത് ഒരുമിച്ച് കൂടി ഇങ്ങനെ അല്ലേ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും. സൗദി അറേബ്യയിൽ വളരെ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. പ്രാവശ്യം പേരൻസും ഉണ്ട് നാട്ടിൽ. അപ്പൊ ഒരു ഇരട്ടി സന്തോഷം തീർച്ചയായിട്ടും. എന്ത് തോന്നുന്നു ഇവിടെ? അതെ, എല്ലാ വർഷവും ഞങ്ങളിവിടെ ചെറുതായിട്ട് ഇതുപോലെ ആഘോഷിക്കാറുണ്ട്. ഇപ്രാവശ്യം അപ്പച്ചനും അമ്മച്ചിയും വന്നതുകൊണ്ട് അതൊരു പ്രത്യേക ഒരു ആഘോഷമാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ വർഷവും ക്രിസ്മസ് അങ്ങ് എത്തുമ്പോൾ ഇവിടുത്തെ ഈ ഒരു മലയാളി കൂട്ടായ്മ ഒരുങ്ങും ക്രിസ്മസിനെ വരവേൽക്കാൻ. നമ്മള് ഇതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തപ്പോൾ
അടുത്ത വർഷം എന്താണ് പുതുതായിട്ട് നമുക്ക് ചെയ്യാൻ ഈ വർഷത്തെ അത് ഒരു ടീം വർക്കാണ്. ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ്. വളരെ ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും നാടിന്റെ അതേ തരിമയത്വത്തോടു കൂടി തന്നെ വളരെ ഗംഭീരമായി ചെയ്തത്. എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചു? എങ്ങനെയാണ്? ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് 100 കിലോമീറ്റർ അപ്പുറത്ത് യാത്ര ചെയ്തിട്ട് അവിടെ കുറെ പുല്ല് കിട്ടും. നമുക്ക് നാട്ടിൽ ഉള്ള സെയിം പുല്ല് തന്നെയാണ്. ഫുള്ള് പ്യൂർ ആയിട്ട് നമ്മുടെ ആ പുല്ല് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കും വ്യത്യസ്തമായിട്ട് നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ യഥാർത്ഥ പുൽക്കൂട് എന്ന് പറയുന്ന രീതിയിൽ പുല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കാന്നുള്ളൊരു തീരുമാനത്തിൽ ഇത്രയും വലിയൊരു ആഘോഷം അത് ഞാൻ ഭയങ്കര ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത്ര വലിയ പുൽക്കൂടും ഇത്രയും വലിയ അലങ്കാരങ്ങൾ എല്ലായിടത്തും നല്ലൊരു കൂട്ടായ്മയായിട്ടും നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് നാട്ടിലൊക്കെ ആഘോഷങ്ങളുടെയും ഒപ്പം പ്രാർത്ഥനകളുടെയും രാവുകളാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവാസ ലോകത്തെ ക്രിസ്മസ് എങ്ങനെ തോന്നുന്നു? നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും വേറൊരു ടൈപ്പ് ഓഫ് ക്രിസ്മസ് ആണ് ഇവിടെ. ഇവിടെ കിട്ടുന്ന ആ ഒരു വൈബ് നാട്ടിൽ അവിടെ കിട്ടില്ല. ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. പിന്നെ നമ്മളെല്ലാം കരോള് വരെ നമ്മൾ ഈ ഫ്ലാറ്റിൽ ഒരു ഇവിടുത്തെ പരിമിതിയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാം. ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇവിടെ സൗദി അറേബ്യയിലെ. പ്രതീക്ഷയിലും അപ്പുറമാണ്. ആദ്യത്തെ ക്രിസ്മസിന്റെ ഗംഭീരം തന്നെ. പ്രതീക്ഷിക്കാണ്ട് ഇവിടെ വന്നതാണ്. ഇവിടെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാറില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും തുടക്കം തന്നെ ഗംഭീരമായിരിക്കും. പ്രവാസികളും ആഘോഷ രാവുകളിലേക്ക് നീങ്ങുകയാണ്. വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തുമ്പോൾ ആവേശപൂർവ്വം തന്നെ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് മലയാളി പ്രവാസികൾ. ദമാമിൽ നിന്നും സുബൈറുദ്ദീൻ, 24. ലോകത്ത് സമാധാനവും സന്തോഷവും ശാന്തിയും പുലരുന്ന നാളുകളുണ്ടാവട്ടെ. എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.